അല്ല ഞാനപ്പുറത്ത് പരസ്യമാണ്. ഒന്നുകൂടെ വന്നോട്ടെ, ഞാൻ കുറച്ച് മറ്റേ നിങ്ങളൊക്കെ അതിന് വെട്ടല്ലേ? ഇതങ്ങോട്ട് നോക്കിയോട്ടാ, അങ്ങനെ അടുത്ത് ഓൾവേസ് മുത്തു ബ്ലോഗ്. മുത്തു ബ്ലോഗ്. അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. പിന്നെ നമ്മളെ പോലെ ഇല്ലല്ലോ എണ്ണ ഭയങ്കര ഓക്കെ അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ, ഇന്നത്തെ ഞാൻ കർമ്മ റോഡിലാണ് നിൽക്കുന്നത്. ഇവിടെ 74-75 ബാച്ചിലെ ആ സൗഹൃദം, 74-75 കൂട്ടായ്മ ഇവിടെ കർമ്മ റോഡിലെ ചായ്പില് ഇവിടെ അരങ്ങേറിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വന്നിരിക്കുന്നത്. അതിലുള്ള കുറേ ആൾക്കാരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഓക്കെ, താങ്ക് യു. ഒരു ഗ്രൂപ്പ് ഫോട്ടോ എല്ലാരും ഞാൻ പറഞ്ഞ ആദ്യം ചാനലിൽ കൊടുക്കണേ. ആ എന്തോ സ്പെഷ്യലായിട്ട് ചെറുപ്പക്കാരനായിട്ട് വല്ലാണ്ട് ചെറുപ്പമായി പോയി. എന്തോ സാധനം തിന്നുന്നുണ്ട്. മറ്റാള് ചോദിക്കണേ നമ്മളെ പ്രധാനമന്ത്രി. പ്രധാനപ്പെട്ട ഒരാളോട് കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമ്മളെ ഈ മെയിൻ ഗ്രൂപ്പ് ഞങ്ങൾ 74-75 ഗ്രൂപ്പ് തുടങ്ങാൻ മെയിൻ കാരണം അക്ബറാണ്. നമ്മളെ ഈ ഇതിന് വളരെയധികം മുൻകൈ എടുത്ത ഒരാളാണ്. ആ ഗ്രൂപ്പ് വളരെ ഉഷാറായിട്ട് എല്ലാ കാര്യങ്ങളായി മാസത്തിൽ 2 മാസം കൂടെ 3 മാസമൊക്കെ കൂടാറുണ്ട്. കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും ബാക്കി കാര്യങ്ങൾ അക്ബർ പറയും. ഓക്കെ, മജീദിന്റെ തലയിലിരിക്കണ പഴക്കൊല അക്ബർക്ക് നമ്മളോട് സംസാരിക്കാൻ പോകുന്നത്. കുഴപ്പമൊന്നുമില്ല, ഞങ്ങളിങ്ങനെ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 74-75 ബാച്ചാണ് ഞങ്ങളെ. ഇതിപ്പോ എത്ര തവണ ആയി കൂടുന്നു? പല പ്രാവശ്യം ഞങ്ങൾ ആ ബന്ധം ഛേദിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. എല്ലാവരും കൂടെ ഉണ്ടാ? എല്ലാവരും കൂടെ ചില ആൾക്കാർ ഇല്ല, കൂടെ ഇല്ല. പലരും ദൂരത്താണ്. കല്യാണം കഴിച്ചിട്ട് അക്ബറിനെ കാണാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഇന്നത്തെ ഒരു കൂടുതൽ കൂടി. അത് ശരി, അക്ബർ ഖാൻ അത്ര ഇഷ്ടമാണ്. ഇന്റിമേറ്റ് ഫ്രണ്ട് ആവും അല്ലേ? അക്ബറാണ് ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ തുടക്കം. എല്ലാ കാര്യത്തിലും നേതൃത്വം വഹിക്കുന്നത്. അങ്ങനത്തെ ഒരാള് വേണം നമുക്ക്, എന്നാലേ കാര്യങ്ങൾ മുന്നോട്ട് പോകുള്ളൂ. കൂടാതെ മജീദ്, ലിയാഖത്ത്, നാസർ എല്ലാവരും ഓരോരുത്തർക്കും ഒരു പേരും ഞങ്ങൾ ഇപ്പൊ പറയണില്ല. ഇത് സൗഹൃദത്തിന്റെ വിളിക്കുന്നതല്ലേ? അതെ അതെ.
പിന്നെ പോരാത്തതില് ദാസൻ കുവൈറ്റിൽ വർക്ക് ചെയ്യാണ്. ഇതാണ് ഏറ്റവും ചെറിയ മനുഷ്യൻ. കുട്ടികളുടെ ഡോക്ടറാണ്. വെരി ഗുഡ്, താങ്ക് യു. അപ്പൊ ഇവരെ കൂടെ ഒക്കെ നമുക്കൊന്ന് നിൽക്കാൻ പറ്റിയത് വലിയ ഭാഗ്യല്ലേ? ഇനിയും ഞങ്ങൾ വലിയൊരു പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ബ്രോക്കറായിട്ട് ഞങ്ങളെ കൂടെ ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ്. അപ്പൊ ഡോക്ടർ എവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ കുവൈത്തിലായിരുന്നു. ആദ്യം ഇവിടെ ഗവൺമെന്റ് സർവീസിലായിരുന്നു. പിന്നെ കുറച്ച് MD ആണ്. അപ്പൊ DCH കഴിഞ്ഞ് MD കഴിഞ്ഞിട്ടാണ് പോയത്. ഡോക്ടറാണ്. ഏതാ സ്പെഷ്യലിസ്റ്റ്? കുട്ടികളെ. വെരി ഗുഡ്. എന്റെ നാട്ടില് ദീർഘകാലം വർക്ക് ചെയ്തതാണ് മാറഞ്ചേരിയിൽ. അപ്പൊ ഡോക്ടറെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ടുള്ളൊരു അറിവുണ്ട്. അപ്പൊ നിങ്ങളതിൽ ഡോക്ടറുള്ള എപ്പോഴും നല്ലതാണ്. സംശയങ്ങളൊക്കെ ചോദിക്കാലോ. തീർച്ചയായിട്ടും അതൊരു ഭാഗ്യല്ലേ? എല്ലാരും ഒരാൾ ഡോക്ടറായി, ഒരാൾ എന്തായി? ഞാൻ HR മാനേജർ ആയിരുന്നു ഗൾഫില്. റിട്ടേൺ ആയി നാട്ടിലാണ് സെറ്റിൽ ചെയ്തത്. ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ സുഖജീവിതം. അപ്പൊ അടുത്ത ഞാൻ 38 ഇയേഴ്സ് അബുദാബിയിലായിരുന്നു. അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അത് ശരി. അടുത്ത ഞാനൊരു അവിടെ ബിസിനസ്സായിട്ട് കഴിഞ്ഞ ഒരു ഗൾഫ് തന്നെ. സൗദി അറേബ്യയിൽ 34 വർഷം. അത് ശരി. നിങ്ങള്? ഞാനൊരു പ്രവാസി തന്നെയാണ്. ഇപ്പോഴും ഇങ്ങനെ നമ്മളൊക്കെ പ്രവാസി റിട്ടയർമെന്റ് ആണ്. നമ്മളൊക്കെ പ്രവാസി തന്നെയാണ്. 25 വർഷം കുവൈത്തായിരുന്നു. ഇവിടെ നിങ്ങളൊക്കെ ടീച്ചർമാരാ? ഇത് നമ്മളെ ഇബിച്ചിയോന്റെ മകള് അല്ലേ? നമ്മളെ ബഹുമാനപ്പെട്ട സഖാവ് ഇബിച്ചിയോന്റെ മുൻ മന്ത്രി, ട്രാൻസ്പോർട്ട് മന്ത്രി, MP. അതാണല്ലോ ബഹുമാനപ്പെട്ട. അപ്പൊ നമ്മളെ എന്താ പേര് പറഞ്ഞു? സീനത്താണ്. ഫാത്തിമ ടീച്ചർ നിങ്ങളെ അതിന്റെ മോളെ കാണാൻ എനിക്ക് പറ്റിയിട്ടാ. നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ ടീച്ചറാ? ആ ടൈമിലാ ജോലി ഉണ്ടാവില്ല. അഭിപ്രായങ്ങളും ഇബ്രാഹിംക്കൊക്കെ എന്താ ജോലി? ഇബ്രാഹിംക്കൊക്കെ എന്താ ജോലി? ശരി. സംഘത്തിന്റെ പ്രസിഡന്റ്. പ്രസിഡന്റ്. ശരി, താങ്ക് യു. അപ്പൊ നിങ്ങൾ കിച്ചൺ കോളേജിലെ പ്രൊഫസർ. നിങ്ങള് ഹൗസ് വൈഫ്. ഇത് ഹൗസ് വൈഫ്. ഏറ്റവും നല്ല ജോലി ഹൗസ് വൈഫ്. എക്സിക്യൂട്ടീവ്. ഇത് ഞങ്ങളെ കയ്യിലാണ്. കുറച്ച് മുന്തിയാളാണ്. ഓക്കെ, താങ്ക് യു. വൈൻഡപ്പ് ചെയ്തിട്ടാ.